നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സുഹൃത്ത് ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്ന്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കേരള ഇലക്ഷനിലെ സോഷ്യൽ മീഡിയ എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് അതിനെ ഉപയോഗിച്ചത്, അവരുടെ എക്കോ ചേംബർ, അവരുടെ ഈ എക്കോ ചേംബറിന് വെളിയിലേക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കിയോ, എത്ര പൈസ ഇതിനു വേണ്ടി അവർ ചിലവഴിച്ചു എന്നുള്ളതൊക്കെയാണ്. അതുപോലെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഓൺലൈനിൽ കണ്ട ചില ഗൂഗിളിൻ്റെ ഉൾപ്പെടെ, ഗൂഗിൾ പറയുന്നത്, ഗൂഗിളിൻ്റെയാണ് ഏറ്റവും വലിയ, ഗൂഗിൾ ആഡ്സിൻ്റെയാണ് ഏറ്റവും വലിയ ഒരു ചിലവായിട്ട് അവർ കാണിക്കുന്നത്. ഞാനൊന്ന് വായിച്ചോട്ടത്. ഗൂഗിൾ പറയുന്നത് 19 കോടി നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് കേരളത്തിൽ ഗൂഗിൾ ആഡ്സിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം സോഷ്യൽ മീഡിയ, അതായത് മെറ്റയുടെ മാത്രം ഉള്ളത്, യൂട്യൂബിൻ്റെ വരെ ഉണ്ട്. BJP 80,507,000 ആഡ്സ് കൊടുത്തു. കോൺഗ്രസ് 50,428,000 ആഡ്. LDF കുറവാണ്, 17.4 lakhs. പക്ഷെ അവർ ചെയ്തതെന്ന് വെച്ചാൽ, അവർ ഏകദേശം 48 ലക്ഷം രൂപ കിഫ്ബി വഴി ഗവൺമെൻറ് അച്ചീവ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ LDF കോൺഗ്രസിനേക്കാളും കൂടുതൽ പൈസ ചിലവഴിപ്പിച്ചിട്ടുണ്ട്. 48ഉം 17, ഏകദേശം 70 അടുത്ത് വരുന്ന ഇത്. പക്ഷേ BJPയുടെ ഈ പൈസ സ്പെൻഡ് ആർക്കും പറ്റാത്ത രീതിയിലാണ്. കാരണം വെച്ചാൽ അവരുടെ സെൻട്രൽ ഫണ്ട് വളരെ ക്യാഷ് റീച്ചാണ്. ഇതൊക്കെ ശ്രമിക്കുന്നത്, നമുക്കൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സമാന സ്വഭാവമുള്ളവരാണ്. അതായത് CPM-ൻ്റെ ആളിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കാണുന്നത് CPM-കാരാണ്. നമ്മളൊക്കെ പിന്നെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെ. അപ്പോൾ ഇത്രയും പൈസ, അതായത് 19 കോടി, പിന്നെ വരുന്ന ഏകദേശം 20-25 കോടി ഒരു എക്കോ ചേംബറിൽ അലയുണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് മലയാളി ഒരു ഡിജിറ്റൈസ്ഡ് വേൾഡിൻ്റെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു 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 ഭ്രമവലയമാണെന്ന് തോന്നുന്നു. അതിനകത്ത് വീണ് കഴിഞ്ഞോ? ഡീറ്റെയിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ, അതായത് നമുക്ക് 2019 തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യം, അതില്ലാതെ ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. കാര്യം ബഹുഭൂരിപക്ഷം വലിയ തോതിൽ മലയാളികൾ സോഷ്യൽ മീഡിയ ലോകത്താണ്. അത് FB ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ X ആയിക്കോട്ടെ, തുടങ്ങിയ അത് യൂട്യൂബിൽ ഒരുപാട് കൺസപ്ഷൻ നടത്തുന്ന ആൾക്കാരാണ്. പലതരത്തിലുള്ള നമ്മുടെ യൂട്യൂബ് ചാനലുകൾ തന്നെ. അപ്പോൾ മലയാളികൾക്ക് ഈ ന്യൂ മീഡിയ അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പൊതുവെ മാധ്യമാസക്തരായിട്ടുള്ള വളരെ മീഡിയയോട് വലിയ ആസക്തിയുള്ള വിഭാഗമാണ് മലയാളികൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മീഡിയ കൺസപ്ഷനിൽ നിന്ന് പുതിയ രീതിയിൽ, പഴയ അച്ചടിയിൽ നിന്ന് വളരെ മാറി, ബ്രോഡ്കാസ്റ്റ് മാറി ഡിജിറ്റൽ മീഡിയ കൺസ്യൂം ചെയ്യുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ മാധ്യമം ക്യാപ്ചർ ചെയ്യുക, അതിൻ്റെ അകത്ത് വലിയ സ്പേസ് ഉണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. തീർച്ചയായും അവർ ചെയ്യാതിരിക്കുക, അവരുടെ അത് സ്വാഭാവികമായിട്ട് പ്രചരണത്തിൻ്റെ ഭാഗമാണ് പരമാവധി അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി കണ്ടമാനം അവർ പണം ചിലവാക്കാൻ തയ്യാറായിരുന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി നമുക്കത് മനസ്സിലായി കഴിഞ്ഞു. പ്രധാനമായിട്ടുള്ള പ്രചരണം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ മാധ്യമങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടന്നിട്ടുള്ളത്. ഡിജിറ്റൽ മീഡിയയാണ് അവർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് നമ്മൾ നോക്കിയറിയാം, സാധാരണ യൂട്യൂബിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് അല്ലെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന UDF-ൻ്റെയോ LDF-ൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ പരസ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോയിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ന്യൂസ് ചാനലല്ലേ വേറെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് അത് പകുതി വെച്ച് അത് ബ്രേക്ക് ചെയ്ത് അതിലേക്ക് യൂട്യൂബിൽ വരുന്നു. അപ്പോൾ ഇതൊരു വലിയ തോതിൽ ഇങ്ങനൊരു, പക്ഷെ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഈ അറ്റൻഷനും കിട്ടുമ്പോഴും ഇതിൻ്റെ മെസ്സേജിങ് പ്രോപ്പറായി ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാര്യം അത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. കാര്യം വലിയൊരു ക്യാമ്പയിൻ ചെയ്ത് ഈ മാധ്യമത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്.
ഇതിന് ഉപയോഗിക്കുന്ന ഒരു വലിയ വലിയ ഭാഗത്തിലേക്ക് എത്താൻ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു യുവതലമുറ ഇതിനകത്ത് വലിയൊരു ഉപയോഗിക്കുന്നുണ്ട്. പുതിയ വോട്ടേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു അച്ചടിയും ദൃശ്യമാധ്യമവും ഒന്നും ഈ പ്രാവശ്യത്തെ കന്നി വോട്ടർമാർ നമ്മൾ നോക്കിയാൽ ന്യൂജൻ വോട്ടേഴ്സ് ആരും തന്നെ ഇത് വീഡിയോ ടെലിവിഷൻ ചാനലിൽ കാണുന്നത്, ആരും തന്നെ ന്യൂസ് വായിക്കുന്നത്, അവർ വലിയ തോതിൽ കാണുന്നത് യൂട്യൂബും മറ്റാണ്. അപ്പോൾ അവരെയൊക്കെ ആകർഷിക്കാൻ ഈ മാധ്യമം ഉപയോഗിക്കണം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള മെസ്സേജിങ് പക്ഷേ പര്യാപ്തമാണോ, അത് വിജയിച്ചു എന്നുള്ള കാര്യം നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പക്ഷേ ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. BJP പിന്നെ കുറേ കാലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ എന്ന മേഖല, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും വലിയ തോതിൽ അത് കോൺഗ്രസ് താരതമ്യം കുറച്ചുണ്ടെങ്കിലും CPM വലിയ ഒരു സൈന്യം തന്നെ, അവരുടെ ഒരു ലീജിയൻ തന്നെ സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. അവരാണ് പലപ്പോഴും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ കാസ്റ്റിഗേറ്റ് ചെയ്യാനും ആൾക്കാരെ ആക്രമിക്കാനും അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാനും രാഷ്ട്രീയ മറുപടി കൊടുക്കാൻ. അപ്പോൾ രാഷ്ട്രീയ നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയ തന്നെ വളരെ ആക്റ്റീവായി. ഇതേപോലെ RSSനും BJPക്കും അതേപോലെ ആക്റ്റീവായിട്ട് ലീജിയൻ സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. അവരാണ് അവരുടെ വിചാരം. പക്ഷേ ഈ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വത്തെ അതിവർത്തിക്കുന്ന വിധത്തിൽ ഇവരാണ് രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നതും ഇവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരു ധാരണ ഈ ലീജിയനിലുണ്ട്. ഇതിന് മുഖമില്ലാത്തൊരു ഭാഗമാണ്. കാര്യം പ്രത്യേകിച്ചൊരു ഒരു മുഖമില്ല. പലപ്പോഴും CPM തന്നെ ഒരു തള്ളിപ്പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സൈന്യത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നതായിരിക്കും. കാര്യം ഈ പരസ്യത്തിനപ്പുറം ഇവരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്, ഇവരാണ് രാഷ്ട്രീയ പാർട്ടികൾ പല കാര്യങ്ങളും പറയുന്നത്. അവസാനം ഇവർക്ക് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക, അതുപോലെ തന്നെ പല വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു അജണ്ട കൊണ്ടുവരിക. എന്തിനു പറയുന്നു? ഇവർക്ക് തന്നെ അനിഷ്ടകരമായ കാര്യങ്ങൾ CPM നേതൃത്വത്തിൽ തന്നെ ആരെങ്കിലും ചെയ്താൽ ഉടനെ അവർക്കെതിരെ തിരിയുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ ഒരു സൈനിക വ്യൂഹം ഈ സോഷ്യൽ മീഡിയയിലകത്ത് പ്രവർത്തനക്ഷമമാണ്. ആ പ്രവർത്തനക്ഷമമായ സൈനിക വ്യൂഹത്തെ എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് കീഴ്പ്പെടുന്നല്ല, അവർ സംഘടന രാഷ്ട്രീയം ഒരു വലിയ വിഭാഗമാണ് അത്. അവർക്ക് ആർക്കാണ് അങ്ങനെ വിഭാഗമുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ട് പറയട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയ നമുക്കൊക്കെ അറിയാം ചില ആൽഗോരിതം വെച്ചാണ്. ഞാൻ BJPയുടെ പേരോ അല്ലെങ്കിൽ BJPയെ പറ്റി മെൻഷൻ ചെയ്യാതോ ഉള്ള എൻ്റെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഗൂഗിളിൻ്റെ ആഡ് കാണാൻ പറ്റില്ല. അതുപോലെ താങ്കളും CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ നമ്മൾ പേരെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാതെ ഇത് ആൽഗോരിതം വോണ്ട് പുഷ് ദാറ്റ് ആക്റ്റീവ്. അതാണ് എൻ്റെ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരുതരം എക്കോ ചേമ്പറാണ്. അവർക്ക് തോന്നുന്നു എല്ലാവരും കാണുന്നു, പക്ഷേ കാണുന്നില്ല എന്നുള്ള വാസ്തവം നമുക്കറിയാം. ഇപ്പം എന്താണ് ആഡ്സ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിയുമായിട്ട് പൊരുത്തപ്പെടാത്ത ആളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് പൊതുവെ ആഡ്സ്. അതിൻ്റെ ഒരു മെസ്സേജിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ CPMൻ്റെ പേരെടുക്കാത്ത അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ BJPയുടെ പേരെടുക്കാത്ത ഒരാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ അല്ലെങ്കിൽ അയാളുടെ ഇമെയിലിൽ പോലും ഇല്ലെങ്കിൽ അദ്ദേഹം കാണാൻ പോകുന്നില്ല. അത് ആ വ്യക്തി കാണാൻ പോകുന്നില്ല അയാളുടെ. എന്നുവെച്ചാൽ അവരങ്ങനെയാണ് വിധിക്കുന്നത്. മാത്രമല്ല ഈ പാർട്ടികളുടെ പേര് കൃത്യമായി എപ്പോഴും എടുക്കുന്ന ആൾക്കാർക്ക് ആ പാർട്ടി 3 പാർട്ടികളുടെയും ആഡ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ഈ എക്കോ ചേമ്പറിന് വെളിയിലേക്ക് എത്ര സ്വാധീനമുണ്ട് ഈ ആഡ്സിനൊക്കെ? അത് താങ്കൾ പറഞ്ഞ പോലെ ഇത്രയും പൈസ ചെലവാക്കേണ്ട കാര്യമുണ്ടോ ഈ എക്കോ ചേമ്പറിലേക്ക് എന്നുള്ളൊരു ചോദ്യം കൂടെ വരുന്നു. പൈസ ചെലവാക്കുന്ന കാര്യത്തിന് രാഷ്ട്രീയ പ്രചരണം നടത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ട് പൈസ അവർ ചെലവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലൊക്കെ അകത്തൊരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യാൻ അവർ നോക്കും. പക്ഷേ സാറ് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രശ്നത്തിനകത്ത് ഈ മറ്റൊരു ചേമ്പറുകൾ എക്കോ ചേമ്പറായി മാറുകയും ഇതിനകത്ത് മറ്റൊന്നും, അതായത് അവിടെയാണ് ഈ അൽഗോരിതം പുഷ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ മീഡിയ കൺസ്യൂം ചെയ്യുന്നത്, ആ കൺസ്യൂം ചെയ്യുന്ന ആളുടെ ടേസ്റ്റും അയാളുടെ മുൻപുള്ള അയാളുടെ കണ്ടന്റ് ഉപയോഗം നോക്കി അതനുസരിച്ച് അൽഗോരിതം ഒരു പ്രത്യേകമായ കണ്ടന്റ് പുഷ് ചെയ്യാണ്. അങ്ങനെ ആ കണ്ടന്റ് മാത്രം കേൾക്കുകയും ആ കണ്ടന്റ് മാത്രം അനുഭവിക്കുകയും ആ കണ്ടന്റ് മാത്രം അറിയുകയും ചെയ്യുന്ന ഒരു തരത്തിൽ എക്കോ ചേമ്പറായി മാറുമ്പോൾ അതിനകത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ആരോഗ്യം ഒന്നും ഇല്ലാത്ത സ്ഥിതി ഉണ്ടാവും. ആ രീതിയിൽ മാറ്റപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ സ്ഥിതി വിശേഷം ഉണ്ടാക്കും. അത്ര എക്കോ ചേമ്പർ സൃഷ്ടിക്കുന്നത്. പക്ഷേ പാർട്ടികൾക്ക് താല്പര്യം അത്ര എക്കോ ചേമ്പറുകളായി മാറുക എന്നുള്ളതാണ് അവർക്ക് താല്പര്യം. പക്ഷെ ആ ഒരു അവസ്ഥ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്കോ ചേമ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഭിപ്രായങ്ങൾക്കെതിരെ വിമർശനം ഉണ്ടാവില്ല. അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആ ഒരു സ്ഥിതിവിശേഷത്തിലെ ആൽഗോരിതം അവരെ കണ്ടന്റ് മാത്രം പുഷ് ചെയ്യുകയും
അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയായി മാറുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭാഗ്യവശാൽ അത്തരം ഒരു അവസ്ഥയിൽ കേരളം എപ്പോഴും മാറിയിട്ടില്ല. കാര്യം വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, പൊതുസമൂഹം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനം കാണാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്ന എക്കോ ചേമ്പർ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഈ പരമാവധി കണ്ടന്റ് ഒരു പുഷ് ചെയ്യുന്ന തന്നെ അൽഗോരിതം വഴി ആ എക്കോ ചേമ്പർ വികസിപ്പിച്ച് കൂടുതൽ ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവന്ന് അതൊരു വലിയൊരു അവരുടെ ഒരു എന്താ പറയാ ഒരു ക്യാമ്പ് സൃഷ്ടിക്കാൻ വേണ്ടി. മലയാളത്തിൽ പറഞ്ഞ CPM പറഞ്ഞ ഒരു പാർട്ടി ഗ്രാമമാക്കുക ഇതുവഴി സോഷ്യൽ മീഡിയ വഴി. അവിടെ വേറൊന്നും ഉണ്ടാകത്തില്ല. പാർട്ടി ഗ്രാമത്തിൽ അവർ ഒരു പാർട്ടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ എക്കോ ചേമ്പർ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറിയാവുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഈ ചില കമന്റ്സ് നോക്കി, പക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ കാലത്ത് നമ്മൾ കണ്ടു. ഈ സോഷ്യൽ മീഡിയ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും പല നേതാക്കളുടെ പ്രതികരണം, ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഉദാഹരിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് എന്തായാലും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കെ സുധാകരൻ വന്ന് KC വേണുഗോപാൽ പ്രസിഡന്റ് ആവാൻ പരമയോഗ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എനിക്കൊന്ന് കോൺഗ്രസ്സുകാരും അല്ലാത്തവരൊക്കെ ആയിരിക്കാം ഈ ധാരാളമായി കമന്റ് എഴുതി മറ്റു പല നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട്. ഞാൻ അതിലെ കണ്ടന്റോ അവരുടെ അഭിപ്രായം ചോദിച്ചില്ല. പക്ഷേ ഉടനെ തന്നെ കെ സുധാകരൻ കമന്റ് ബോക്സ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കമന്റ് ബോക്സ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കമന്റ് ബോക്സ് ക്ലോസ് ചെയ്യേണ്ടി വന്ന സ്ഥിതിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു അപ്പോൾ അങ്ങനെ പല ആൾക്കാരും ഈ കണ്ടന്റ് അൽഗോരിതമിലേക്കായി കണ്ടന്റ് പുഷ് ചെയ്യുമ്പോഴും വ്യത്യസ്ത ആൾക്കാർക്ക് കാണാനും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ പലതും കാണുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ഹാൻഡിലുകൾ തന്നെ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവരുടെ നേതാക്കൾ പറയും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിൻ്റെ താഴെ വരുന്നപ്പോൾ കാണാൻ പറ്റും. എങ്കിൽ തന്നെയും ഇതൊരു ഗ്രൂപ്പായിട്ട് മാറുന്ന സിറ്റുവേഷൻ ഇടതുപക്ഷ പ്രത്യേകിച്ച് ഇത് പ്രകടമായി വരുന്നത് ഇത് മറ്റ് സംഘടന RSSന്റെയും സംഘ് പരിവാറിന്റെയും CPMന്റെയും ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിംഗ് ഏതാണ്ട് ഒരു എക്കോ ചേമ്പറായി മാറി. അവർക്ക് ഇഷ്ടം മാത്രം കേൾക്കുക, അവരിഷ്ടം മാത്രം പറയുന്ന സിറ്റുവേഷനും തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ ആൾക്കാരെ കൂട്ടാനും അതനുസരിച്ച് അവർ രൂപപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇത് കെ സുധാകരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം PCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് പ്രസിഡന്റ് ആയത്. ഞാൻ പക്ഷേ അതെങ്ങനെ നിങ്ങൾ ഗൾഫിൽ നിന്നുള്ള പലരുടെ അക്കൗണ്ടിൽ നോക്കുക. അദ്ദേഹം ഈ ബിൽഡപ്പിന് മുമ്പ് അവർ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഇത് പെയ്ഡ് ഫോർ ആക്ടിവിറ്റി ആയിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയുടെ ശക്തി എങ്ങനെ ഈ എക്കോ ചേമ്പർ ഉണ്ടാക്കുന്നതിൻ്റെ ശക്തി പറ്റി കെ സുധാകരനെ വ്യക്തിപരമായ അനുഭവം ഉണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം ആദ്യമായിട്ട് ഒരു സീനിയർ ലീഡർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിപ്പുണ്ടാകുകയും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കാണും, അതായത് നിങ്ങളത് ചെയ്യുന്നത് ഇപ്പോൾ പിൻവലിക്കണം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് വളരെ പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശമുണ്ടാക്കണം. ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് എങ്ങനെയാണോ നമുക്കല്ല ഞാൻ പറയാം. റിസൾട്ട് UDFന് അനുകൂലമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാൻ പോണ ഈ കോൺഗ്രസിനകത്ത് തമ്മിലടിക്ക് വലിയൊരു ഊർജ്ജമാകാൻ പോകുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ അവരുടേതായ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കും. അപ്പോൾ അതിൽ KC വേണുഗോപാൽ അനുകൂലികൾ ഉണ്ടാവും, VDSന്റെ അനുകൂലികൾ ഉണ്ടായിരിക്കും, രമേശ് ചെന്നിത്തല അനുകൂലികൾ ഉണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം KPCC ഇപ്പോഴത്തെ താൽക്കാലിക പ്രസിഡന്റ് ബെന്നി ബെഹനാൻ പറയുകയുണ്ടായി, സോഷ്യൽ മീഡിയ അല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നുള്ളത് എന്ന് അദ്ദേഹം പറയുന്ന സിറ്റുവേഷൻ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വലിയ തോതിൽ അങ്ങനെ സോഷ്യൽ മീഡിയയുടെ സ്വാധീന ശക്തിയായി മാറുന്നുണ്ടാകുന്ന നിലയ്ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കോടതിയുടെ മേൽ പോലും സ്വാധീന ശക്തിയായി മാറാൻ തക്ക രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ക്യാമ്പയിൻ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ക്യാമ്പയിൻ വ്യക്തികളുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലേക്ക് പറയുന്നത് തെറ്റില്ല, അങ്ങനെ പല വ്യക്തികൾക്ക് അഭിപ്രായം. പക്ഷേ ഓർക്കസ്ട്രേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതിനകത്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ക്യാമ്പയിനായി മാറാനുള്ള സകല സാധ്യത. അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണെങ്കിലും മറ്റെന്തെങ്കിലും ഓർക്കസ്ട്രേറ്റ് ചെയ്തൊരു ക്യാമ്പയിൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ എന്തായാലും നമ്മുടെ CPMനകത്ത് അത് ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ പല ഘട്ടത്തിലും കണ്ടു. പ്രത്യേകിച്ച് ആൾക്കാർ വില്ലിഫൈ ചെയ്യുന്ന കാര്യത്തിൽ സംഘപരിവാർ ദേശീയ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളത്. പല കാര്യങ്ങളിലും അത് ആൾക്കാരെ പൊതു വില്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതാണ് ഇക്കോ ചേമ്പറായിട്ട് ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ കേരളത്തിൽ എന്തായാലും അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കത്തക്ക രീതിയിൽ മാറിയിട്ട് സംശയം. കാര്യം ആൾക്കാർ ഈ എക്കോ ചേമ്പർ ആയതുകൊണ്ട് തന്നെ അതിനോടുള്ള വിയോജിപ്പുകൾ ധാരാളം നിൽക്കുന്നുണ്ട്. കാര്യം ഇത് ചെയ്യില്ല, ഇവരുടെ വരുന്ന വാർത്തകൾ പലപ്പോഴും തെറ്റാണെന്നും ഇത് വെറും പ്രചരണമാണെന്നും ഉദ്ദേശിച്ചുകൊണ്ട് ആൾക്കാരെ മാറി നിൽക്കാനുള്ള താല്പര്യം വലിയ വിഭാഗം കാണിക്കുന്നുണ്ടെന്നുള്ളൊരു പോസിറ്റീവായ കാര്യമാണ്. അവിടെയാണ് അതായത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എക്കോ ചേമ്പറിന്റെ ഇടമാണെന്നും അവിടെ നടക്കുന്ന
കോലാഹലങ്ങൾ നമ്മൾ അതിൻ്റെ രീതിയിൽ എടുത്താൽ മതി എന്നുള്ള ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ദേശീയമായി ഹിന്ദിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കേൾക്കുന്നത് സോഷ്യൽ മീഡിയ ഈ എക്കോ ചേംബർ സഹികെട്ട് ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ BJPക്കെതിരെ ഉള്ള യൂട്യൂബ് ചാനൽസിനൊക്കെ നല്ല സബ്സ്ക്രിപ്ഷനാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ മെയിൻലൈൻ മീഡിയ നിങ്ങൾ ഒന്നും കേൾക്കുന്നില്ല, പിന്നുള്ളത് സോഷ്യൽ മീഡിയയാണ്. അത് എന്തെങ്കിലും ആൾക്കാർ പറയുന്നത് ധൈര്യമായിട്ട് പറയുന്നത് യൂട്യൂബിൽ മാത്രമാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, എക്കോ ചേംബറാന്നുള്ള നമ്മളെ കൃത്യമായ ബോധത്തോടുകൂടി സോഷ്യൽ മീഡിയ സമീപിക്കുക. ശരിയാണ്, അവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷേ അതിൻ്റെ ബേസിക് ക്യാരക്ടർ നിങ്ങളെ ഒരു എക്കോ ചേംബറിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്ന എക്കോ ചേംബർ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും പൈസ എല്ലാ പാർട്ടികളും ചെലവഴിക്കുന്നത്. അതാണ് അവരുടെ ശക്തി. പാർട്ടി ഗ്രാമങ്ങൾ CPM അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഓരോരു ശ്രമമാണ് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ചുറ്റും വേലി കെട്ടി എങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതിനുള്ള ഒരു ജാഗ്രത എനിക്ക് തോന്നുന്നത് ഈ മീഡിയത്തെ അറിയുന്നവരും അറിയാൻ വയ്യാത്തവരും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.